ഞാനും ഇന്ന് രാവിലെ കണ്ടിരുന്നു. നമ്മൾ ഈ മിണ്ടുന്ന ഈ നിമിഷം വരെ ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് അത്തരത്തിലൊരു ചോദ്യമോ ഞങ്ങൾ തമ്മിലൊരു സംസാരമോ നമ്മൾ മിണ്ടുന്ന ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇപ്പോഴും എല്ലാം തൃപ്പൂണിത്തുറയിലും പാലക്കാടിലുമെല്ലാം എൻ്റെ പേരിങ്ങനെ അന്തരീക്ഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 10 വർഷം നമുക്ക് കേന്ദ്രവും കേരളവും ഭരണത്തിലില്ലാത്ത സമയത്തും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന ഒരു ഉറച്ച നിലപാടിന് കിട്ടുന്ന അംഗീകാരമായിട്ടാണ് അങ്ങനെ പേര് വരുന്നത് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അപ്പോഴതിനെക്കുറിച്ച് ആലോചിക്കും. അഥവാ അങ്ങനെ ആവശ്യപ്പെടുന്നില്ല, ഇലക്ഷന് നിൽക്കുന്നില്ലെങ്കിലും ഉത്തരവാദിത്വമുള്ള ഒരു ഒരു പ്രവർത്തകനായി ഞാൻ എന്നെ കൊണ്ടാവുന്നത്രയും മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഇറങ്ങും എന്നുള്ളതേ ഉള്ളൂ. സമീപിച്ചാൽ ചിലപ്പോൾ നിൽക്കും, സമീപിച്ചാൽ അതപ്പോഴാലോചിക്കും, സമീപിച്ചാൽ നിൽക്കും. ഇത്തരം പേര് വരികയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. പക്ഷേ അതിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ഉറപ്പായിട്ടും ഒരു ഉത്തരവാദിത്വമുള്ള പ്രവർത്തകനായി എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോകും. അതൊരു പരാതിയായി പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുകയോ എനിക്ക് ചെയ്യില്ല. 100% ഉറപ്പാണത്. പാലക്കാട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ നിയമസഭയിൽ ഒരു 30 മണ്ഡലത്തോളം ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സജീവമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പ്രചരണത്തിന് പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിന് വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അല്ലാതെ നമുക്കൊരു ഔദ്യോഗികമായിട്ട് ഒന്നും പറയാനുള്ളൊരു അവസ്ഥ വരെ നമ്മൾ എത്തിയിട്ടില്ല. ആകുമ്പോൾ ഉറപ്പായിട്ടും അറിയിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ, അതായത് ഞാനുമായിട്ടുള്ളൊരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാനുമായിട്ടാണല്ലോ ചർച്ച നടക്കേണ്ടത്. ഞാനുമായിട്ടുള്ളൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടാകുമ്പം അന്നേരം അതിനനുസരിച്ച് യുക്തം പോലെ അത് എവിടെയാണ് എന്നോട് പറയുന്നത്, എന്താണ് അതിൻ്റെ ചുറ്റുപാടുകൾ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കും. അതാ ഞാൻ പറഞ്ഞത്, എനിക്കതിലൊരു പരാതിയുള്ള ആളല്ല ഞാൻ അതിൽ ഭയങ്കര ആവേശം കാണാനോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എനിക്കില്ല. ഞാൻ ഉറപ്പായിട്ടൊരു നല്ല പ്രവർത്തകനായിട്ട് അപ്പോൾ ഞാനും വാർത്ത കണ്ടിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, അത് ഞാൻ എപ്പോഴും ഇത്രയും വലിയൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പേര് വരുന്നത് ഒരു ഭാഗ്യമായി, അല്ലെങ്കിൽ അതൊരു അംഗീകാരമായി, പ്രവർത്തകർ തരുന്ന ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു. അത്ര ഒറ്റ കാര്യം കൂടി, അതായത് ഈ 10 വർഷക്കാലം പറഞ്ഞതുപോലെ തന്നെ അധികാരത്തിലില്ലാത്ത സമയത്ത് രാഷ്ട്രീയം പറയുകയും കോൺഗ്രസിന് വേണ്ടി നിലപാടെടുക്കുകയും വേദികളിൽ പ്രസംഗിക്കാൻ പോവുകയും ചെയ്ത ആളാണ്. അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു കലാപ്രവർത്തകൻ, സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് ചെയ്യുന്നില്ല. ഭാരതീയോട് യാത്രയിൽ പോയ കേരളത്തിലെ ഒരു സിനിമാക്കാരൻ ഞാനാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ടായിരിക്കും എൻ്റെ പേരിങ്ങനെ വരുന്നത് എന്നുള്ളതാണ്, അതിൻ്റെ ഒരു അംഗീകാരമായിട്ടായിരിക്കും പേര് വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. നീ അന്നോട് വന്നവനല്ല ചോദിച്ചത്. ഞാൻ പറയാനുള്ളതെല്ലാം അല്ലേ. ഇനിയിപ്പോ വന്നവരോട് പറയണോ പറഞ്ഞത്? പാലക്കാട് ഞാൻ ജനിച്ച നാടാണ്. എൻ്റെ അമ്മയുടെ നാട് പാലക്കാടാണ്. കുഴൽമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ നാട്. ഞാൻ അല്ലാതെയും എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പാലക്കാട്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ നിമിഷം വരെ എന്നോട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ അതിനു വേണ്ടി മോഹിച്ചിട്ടില്ല. ഞാൻ അതിനു വേണ്ടി വന്ന ആളല്ല. ഞാൻ ഉറപ്പായും ഒരു പ്രവർത്തകനായി എല്ലാ മണ്ഡലത്തിലും പ്രചരണത്തിന് പോകാൻ റെഡിയാണ്. പരാതികളില്ല, ഒന്നുമില്ല. നന്ദി, നമസ്കാരം.